ടാക്സ് നികുതി നമ്മൾ മുമ്പ് റെയിൽവേയിൽ നമ്മൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ക്ലീനിങ് പരാതി അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ പുതിയൊരു സൂക്കേട് തുടങ്ങിയിട്ടുള്ളത്, അതായത് നാട്ടുകാർ ഊറ്റി തിന്നുക എന്നുള്ളതാണല്ലോ എല്ലാ സർക്കാരുകളുടെയും പ്രാഥമികമായ ലക്ഷ്യം. അത് തന്നെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ്, നമ്മൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനകത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യാൻസലേഷൻ ചാർജസ് വരിക എന്നുള്ളത് വളരെ മാന്യമായിട്ടുള്ള ഒരു ഇടപാടാണ്. കാരണം നമ്മൾ ബുക്ക് ചെയ്തു, നമ്മളത് ക്യാൻസൽ ചെയ്തു, നമ്മൾ യാത്ര ചെയ്തു ഇല്ല എന്നുള്ള വിഷയമല്ല, നമ്മൾ ചെയ്ത ആക്ടിവിറ്റിക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മൾ വെയിറ്റിംഗ്, അതായത് നമ്മൾ ടിക്കറ്റിൽ 4 ഉണ്ട് എന്ന് കണ്ടു ബുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വെയിറ്റിംഗ് ലിസ്റ്റ് 8ലേക്കോ 10ലേക്കോ പോകുന്നു. അത് വന്ന് 1ലോ 2ലോ 3ലോ വെച്ചിട്ട് നമ്മൾ ക്യാൻസൽ ആവുന്നു. അപ്പൊ എന്തായി, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്, യാത്ര ചെയ്യാൻ പറ്റില്ല, വേറൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അതേ ട്രെയിനിന്റെ ചിലപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പോ 150 രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതെങ്കിൽ 30 രൂപയ്ക്കാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നുള്ളൂ. അപ്പൊ അവർ പറയുന്നത് അത് ക്യാൻസലേഷന്റെ ചാർജസ് ആണെന്നാണ്. അത് ക്യാൻസലേഷൻ ചാർജസ് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു, എമൗണ്ട് റിട്ടേൺ കയറുമായിരുന്നു. അതായത് അതിന്റെ ഉള്ളിൽ ഈ കൺവീനിയൻസ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാർജസ് വരുന്നത് മാത്രമേ പിടിക്കുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അതിന്റെ ഉള്ളിൽ കിട്ടാവുന്ന അത്രയും പിടിക്കുക എന്നുള്ള നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്.